ഇനി 28-ാമത്തെ അധ്യായം. അഥ അഷ്ടാവിംശോധ്യായ. ശ്രീ ഭഗവാൻ ഉവാച. ശ്രീ ഭഗവാൻ അരുളി ചെയ്തു, ദേവഹൂതിയോട് തുടരുകയാണ്. കുറച്ച് ചോദ്യങ്ങളെ ചോദിച്ചുള്ളൂ, പക്ഷെ വളരെ വിശദമായിട്ടാണ് ഉത്തരം. ഭഗവാൻ തൻ്റെ അമ്മയെ ഇവിടെ അഭിസംബോധന ചെയ്യുന്നത് രാജപുത്രി എന്നാണ്. കുറച്ച് മുമ്പ് സംബോധന ചെയ്തത് പ്രിയമാതാവേ എന്നാണ്. ഏത് രീതിയിൽ സംബോധന ചെയ്താലും ഭഗവാന് തൻ്റെ അമ്മയോട്, ദേവഹൂതിയോട് പരമമായ സ്നേഹം തന്നെയാണ് എന്നുള്ളതിന് യാതൊരു മറുപക്ഷവും ഇല്ല. വളരെ സ്നേഹത്തോടു കൂടിയാണ് നൃപാത്മജേ എന്നാണ് വിളിക്കുന്നത്. രാജപുത്രി എന്നാണ് സംബോധന. അപ്പോൾ സബീജമെന്നും നിർബീജമെന്നും രണ്ട് പ്രകാരത്തിലുള്ള യോഗനിഷ്ഠകളുണ്ട്. യോഗനിഷ്ഠ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു സമാധി അഭ്യാസമാണ് യോഗനിഷ്ഠ. സമാധി അഭ്യാസങ്ങൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നിർബീജമെന്നും മറ്റൊന്ന് സബീജമെന്നും നിർബീജമെന്നും. ആദ്യം നമുക്കത് കുറേ ഉണ്ട്, ഇങ്ങനെ തന്നെ കേൾക്കാം. രാജപുത്രി, സബീജമെന്നും നിർബീജമെന്നും രണ്ട് പ്രകാരത്തിലുള്ള യോഗനിഷ്ഠകളുണ്ട്. ഇപ്പോൾ സമാധി അഭ്യാസങ്ങൾ രണ്ട് തരത്തിലുണ്ട്. അവയിൽ മനസ്സിനെ ആലംബമാക്കിക്കൊണ്ടുള്ള അഭ്യാസക്രമത്തിന് സബീജമെന്ന് പേർ പറയുന്നു. മനസ്സിനെ അവലംബിക്കാതെ സർവവ്യാപിയായ ചൈതന്യ വിശേഷത്തിൽ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുന്ന അഭ്യാസമുറയ്ക്ക് നിർബീജമെന്ന് പേർ പറയും. അത് കൂടുതൽ പ്രയാസമുള്ളതാകുന്നു. അതിനാൽ ആദ്യം പറഞ്ഞ സബീജമെന്ന യോഗചര്യയെക്കുറിച്ച് പറയാം. ആ യോഗത്തിൻ്റെ അനുഷ്ഠാനം കൊണ്ട് തന്നെ മനസ്സ് ദോഷരഹിതമാവുകയും ഈശ്വര സാക്ഷാത്കാരത്തിന് ഉതകുന്ന മാർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ സജ്ജമാവുകയും ചെയ്യും. ആവും വണ്ണം സ്വധർമ്മ നിർവഹണത്തിന് വേണ്ടുന്ന പ്രയത്നം ഫലപ്രതീക്ഷ കൂടാതെ ചെയ്യുകയും ധർമ്മത്തിന് വിരുദ്ധമായിട്ടുള്ള യാതൊരു കാര്യത്തിലും ഇടപെടാതിരിക്കുകയും വേണം. അപ്പം അദ്ദേഹം ഇത് വളരെ വലിയൊരു പാരഗ്രാഫാണ്. അപ്പം നമുക്കിത് മുറിച്ച് കേൾക്കാം. പിന്നീട് അവസാനം ഇത് മുഴുവൻ ഒരുമിച്ച് ഒന്നുകൂടി കേൾക്കാം. അപ്പം അമ്മയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അമ്മ ചോദ്യം ചോദിച്ചു, ഇവിടെ ഗുരുവിൻ്റെ സ്ഥാനത്താണ് അമ്മ മകൻ. അപ്പം അമ്മ, മകൻ, അച്ഛൻ തുടങ്ങിയ ബന്ധങ്ങളൊക്കെ ലൗകിക വ്യാവഹാരത്തിൽ മാത്രമേ ഉള്ളൂ. ആത്മജ്ഞാനത്തിൽ, ആത്മാവിൻ്റെ വിഷയത്തിൽ, ബോധവിഷയത്തിൽ ഈ ബന്ധങ്ങളൊന്നും പ്രസക്തങ്ങളല്ല എന്നും കൂടി കാണിക്കുകയാണ് ഇവിടെ രാജപുത്രി എന്ന് അഭിസംബോധന ചെയ്യുന്നതിലൂടെ. കാരണം അലൗകികങ്ങളായ ആധ്യാത്മിക വിദ്യ പകർന്നു കൊടുക്കുമ്പോൾ അമ്മ, മകൻ, അച്ഛൻ തുടങ്ങിയ ബന്ധങ്ങളൊന്നും പ്രസക്തമല്ല. അമ്മയായ രാജപുത്രിയോട് മകനായ ഗുരു പറഞ്ഞു കൊടുക്കുകയാണ് സബീജമെന്നും നിർബീജമെന്നും രണ്ട് പ്രകാരമുണ്ട് യോഗനിഷ്ഠകൾ. സമാധ്യഭ്യാസങ്ങൾ രണ്ട് തരത്തിലുണ്ട്. അതിൽ മനസ്സിനെ ആലംബമാക്കി കൊണ്ട് അഭ്യാസക്രമത്തിന് സബീജമെന്ന് പേർ. മനസ്സിനെ ആലംബമാക്കി ഇപ്പം നമ്മൾ അവയർനെസ് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇന്നത്തെ മോഡേൺ ഭാഷയിൽ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു പരപ്പിൽ മാത്രം നിൽക്കുന്ന ഒരു മെഡിറ്റേഷനാണ്. അതിന് വലിയ ആഴമില്ല. നമ്മൾ ഈ ചെയ്യുന്ന മെഡിറ്റേഷൻ നല്ല ആഴവും പരപ്പും ഉള്ളതായതുകൊണ്ട് ആ പേരിട്ട് ഇതിനെ വിളിച്ചാൽ ശരിയാവുകയില്ല എന്നുള്ളത് കൊണ്ടാണ് ഇതിന് മറ്റൊരു പേര് കൊടുത്തത്. അല്ലെങ്കിൽ തുടക്കത്തിൽ ഇത് രണ്ടും ഏകദേശം ഒരുപോലെയാണ് എന്ന് തോന്നാം. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ശ്വാസോച്ഛ്വാസത്തിലാണ് ശ്രദ്ധിക്കുന്നത്. ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധിക്കാം. ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാത്തവർക്ക് പുറത്ത് ഒരു വസ്തുവിനെ ശ്രദ്ധിക്കാം. ഒരു രൂപമാകാം, എന്തുമാകാം. കുറച്ച് കഴിഞ്ഞാൽ അത് വിശദീകരിക്കും ഭഗവാൻ ഇവിടെ. അപ്പം ഈ ശ്വാസോച്ഛ്വാസത്തെ ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരു ധ്യാന രൂപത്തെ ശ്രദ്ധിക്കുന്നത് തുടക്കത്തിലാണ്. അത് ശ്രദ്ധയൊന്ന് കേന്ദ്രീകരിച്ച് കിട്ടാനാണ്. അത് കഴിഞ്ഞാൽ അത് മനസ്സിലേക്കാക്കും. അങ്ങനെ മനസ്സിനെ ആലംബമാക്കി, അതിനൊരു പ്രക്രിയയുണ്ട്. മനസ്സിനെ ആലംബമാക്കി അത് ചെയ്യാൻ ഒരു രീതിയുണ്ട്. അവയിൽ മനസ്സിനെ ആലംബമാക്കിക്കൊണ്ടുള്ള അഭ്യാസക്രമത്തിന് സബീജം എന്ന് പേർ പറയുന്നു.
മനസ്സിനെ അവലംബിക്കാതെ സർവ്വവ്യാപിയായ ചൈതന്യവിശേഷത്തിൽ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുന്ന അഭ്യാസമുറയ്ക്ക് നിർബീജം എന്ന് പേർ. അപ്പം നിർബീജം എന്ന് പറഞ്ഞാൽ മനസ്സിനെ ആശ്രയിക്കില്ല. മനസ്സിനെ ആശ്രയിക്കാതെ പിന്നെ എന്തിനെ ആശ്രയിക്കുന്നത്? സർവ്വവ്യാപിയായ ചൈതന്യവിശേഷം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ചൈതന്യവിശേഷം എന്താ? അവയർനെസ്. അതെവിടെയാണ് വ്യാപിക്കാത്തത്? അപ്പം ആ അവയർനെസ്സിൽ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുന്ന അഭ്യാസമുറയ്ക്ക് നിർബീജം എന്നും പറയും. അത് കൂടുതൽ പ്രയാസമുള്ളതാകുന്നു. ഇതൊക്കെ വളരെ ഗഹനങ്ങളായിട്ടുള്ള മെഡിറ്റേഷൻ ടെക്നിക്കുകളാണ്. നമുക്ക് പോകെ പോകെ അത് വിശദമായി കേൾക്കുകയും ചെയ്യാം. അതിനാൽ ആദ്യം പറഞ്ഞ സബീജം എന്ന യോഗചര്യയെക്കുറിച്ച് പറയാം. അതാണ് താരതമ്യേന എളുപ്പം. അതിനു മുമ്പ് ചെയ്യേണ്ടതാണ് ഈ ബ്രത്ത് മെഡിറ്റേഷനും അല്ലെങ്കിൽ വിഷ്വലൈസേഷനും ഒക്കെ. ഇപ്പോൾ വിഷ്വലൈസേഷനോ ബ്രത്ത് മെഡിറ്റേഷനോ ഒക്കെ ചെയ്ത് മനസ്സൊന്ന് ശാന്തമാകുമ്പോഴാണ് മനസ്സിനെ ആലംബമാക്കി ധ്യാനിക്കുക, അഭ്യസിക്കുക. മനസ്സിനെ ആലംബമാക്കി അഭ്യസിച്ച് കുറച്ച് കാലം കഴിയുമ്പോഴാണ് അവയർനെസ്സിനെ അവലംബിക്കുക. അതിൽ സാധാരണ അറിവും അവയർനെസ്സും രണ്ടാണ്. അതിൻ്റെ വ്യത്യാസം എന്താണ്? ഇതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അതുകൊണ്ട് അത് വെറുതെ നമുക്കിപ്പോൾ കേട്ടതുകൊണ്ട് കാര്യമില്ല. ക്രമേണ നമുക്ക് പാകമാകുമ്പോൾ കേൾക്കാം. ഇപ്പം ഭഗവാൻ സബീജം എന്ന യോഗചര്യയെക്കുറിച്ചാണ് പറയുന്നത്. ആ യോഗത്തിൻ്റെ അനുഷ്ഠാനം കൊണ്ട് തന്നെ മനസ്സ് ദോഷരഹിതമാകുന്നു. മനസ്സിൻ്റെ ദോഷം എന്താ? ചിന്താധിക്യമാണ് മനസ്സിൻ്റെ ദോഷമല്ല. അത് മനസ്സിന് വേറെ ദോഷമൊന്നുമില്ല. അപ്പം അത് മനസ്സ് ദോഷരഹിതമാവുകയും ഈശ്വര സാക്ഷാത്കാരത്തിന് ഉതകുന്ന മാർഗത്തിലേക്ക് പ്രവേശിക്കാൻ സജ്ജമാവുകയും ചെയ്യും. നമ്മളുടെ മനസ്സ് ഇപ്പോൾ ഫിറ്റല്ല. ഈശ്വരാന്വേഷണത്തിന് ഫിറ്റായ ഒരു മനസ്സല്ല ഇപ്പം നമ്മുടെ. എന്താ കാരണം? അത് അപ്സ് ആൻഡ് ഡൗൺസിന് വിധേയമാണ്. അത് ചില സമയത്ത് വളരെ എക്സൈറ്റഡ് ആയിരിക്കും, ചില സമയത്ത് വളരെ ഡള്ളായിരിക്കും. അങ്ങനെ ഇടയ്ക്ക് അത് ഡള്ളാവുകയും എക്സൈറ്റഡ് ആവുകയും നമ്മുടെ കയ്യിലാണോ? അതുമല്ല. ഇതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഇതിൻ്റെ ഡൾനെസ്സും നമ്മുടെ കയ്യിലല്ല. അങ്ങനെ ഒരു രീതിയിലും നമുക്ക് വശമില്ലാത്ത ഒരു ഉപകരണം കൊണ്ട് ഈശ്വരനെ അന്വേഷിക്കാൻ പറ്റില്ല. ഇതല്ലാതെ വേറെ വഴിയുമില്ല. അപ്പം ഇതിനെ ആദ്യം ശാന്തമാക്കിയേ പറ്റൂ. അപ്പം മനസ്സിനെ ദോഷരഹിതമാക്കണം, ചിന്താരഹിതമാക്കണം. ഈശ്വര സാക്ഷാത് അപ്പം അങ്ങനെ ഈ സബീജം എന്ന യോഗചര്യയുടെ അഭ്യാസത്താൽ മനസ്സ് ഈശ്വര സാക്ഷാത്കാരത്തിന് ഉതകുന്ന മാർഗത്തിലേക്ക് പ്രവേശിക്കാൻ സജ്ജമാവുകയും ചെയ്യും. അപ്പോഴേ മനസ്സ് അതിന് റെഡി ആവുകയുള്ളൂ. ഫിറ്റാവണ്ടേ? ഇപ്പം പട്ടാളത്തിലൊക്കെ ചേരണമെങ്കിൽ ഒരു ഫിറ്റ്നസ് ഉണ്ട്. ആ ഫിറ്റ്നസ് ഇല്ലേ പട്ടാളത്തിൽ ചേരാൻ പറ്റില്ല. ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല, ഫിറ്റ്നസ് ഉണ്ടാവണം. ഫിറ്റ്നസ്സും പോരാ, ആഗ്രഹവും വേണം. രണ്ടും കൂടി ഒരുമിച്ച് വരണം. ആവും വണ്ണം ഇനിയും ആ ഫിറ്റ്നസ്സിൻ്റെ പറയുകയാണ് ഭഗവാൻ, വീണ്ടും പറയുകയാണ്. അങ്ങനെ സജ്ജമാവുകയും ചെയ്യും. മനസ്സിനെ സജ്ജമാക്കണം. അങ്ങനെ ഇപ്പോൾ മനസ്സിനെ ദോഷരഹിതമാക്കി സജ്ജമാക്കാൻ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് ചെയ്യുക എന്ന് പറയണം. ആവും വണ്ണം സ്വധർമ്മ നിർവഹണത്തിന് വേണ്ടുന്ന പ്രയത്നം ഫലപ്രതീക്ഷ കൂടാതെ ചെയ്യുകയും ധർമ്മത്തിന് വിരുദ്ധമായിട്ട് യാതൊരു കാര്യത്തിലും ഇടപെടാതിരിക്കുകയും വേണം. ഭഗവാൻ വീണ്ടും ആ സ്വധർമാചരണത്തെക്കുറിച്ച് വീണ്ടും ആവർത്തിക്കുകയാണ്. സംക്ഷിപ്തമായി പറയുന്ന ഇതിൽ എത്ര പ്രാവശ്യം ഭഗവാൻ അത് ആവർത്തിച്ചത്? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നവർക്കുള്ളതല്ല ഭാരതീയ ആധ്യാത്മികത. ലോകത്തൊരിടത്തും ഉള്ള ആധ്യാത്മികത, പ്രത്യേകിച്ചും ഭാരതത്തിലുള്ള ആധ്യാത്മികത. ഇത് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോട്ടല്ല. ഇത് ദുഃഖകരമായിട്ടുള്ള ജീവിതത്തെ ഉപേക്ഷിച്ച് സുഖകരമായ വേറെന്തോ തേടിയുള്ള പോക്കല്ല. ഈ ജീവിത മധ്യത്തിൽ അതിനെ തിരിച്ചറിയുക, യുദ്ധത്തിനിടയ്ക്ക് വെച്ച് അതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ആ തിരിച്ചറിയുമ്പോൾ നഷ്ടോ മോഹ ലബ്ധ്വാ സ്മൃതി, ഓർമ്മ തിരിച്ചു കിട്ടും, മോഹം നഷ്ടമാകും. അപ്പം ഇപ്പം നമുക്ക് ഓർമ്മയില്ല, നമ്മളെക്കുറിച്ച് നമുക്കൊരറിവുമില്ല, നമ്മൾ ഭ്രമിച്ച് നിൽക്കുകയാണ്. ഈ ഭ്രമിപ്പിക്കുന്ന സ്മൃതിനാശമുണ്ടാക്കുന്ന ജീവിത കളരിയിൽ നിന്ന് തന്നെ വേണം ഓർമ്മ തിരിച്ചു കിട്ടുവാനും മോഹം ഇല്ലാതാക്കുവാനും. അതുകൊണ്ട് സ്വധർമാചരണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് 2, 3, 4 പ്രാവശ്യം അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യമാണ്. ആവും വണ്ണം സ്വധർമ്മ നിർവഹണത്തിന് കൃത്യമായിട്ട് എപ്പോഴും സാധിച്ചോളണം എന്നില്ല, പ്രിസൈസായിട്ട് അത് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നൊന്നുമില്ല. എന്നാലും ഒരു ആവും വണ്ണം, ഒരു അപ്രോക്സിമേറ്റ്ലി ചെയ്യണം.
ആവും പണം, അതായത് അതെന്തിനാ അങ്ങനെ പറഞ്ഞെന്നറിയോ? കടുംപിടുത്തം പാടില്ല ഒന്നിലും. കടുംപിടുത്തം ഇല്ലാണ്ട് വേണം അത് ചെയ്യാൻ. കടുംപിടുത്തം വന്നാൽ ആ കടുംപിടുത്തം കൺസ്ട്രക്ഷനാണ്, അല്പത്വത്തിന് കാരണമാകും. അതുകൊണ്ട് ഒരു രീതിയിലുള്ള കടുംപിടുത്തവും ആധ്യാത്മികതയിലില്ല. ആവും വണ്ണം ഓരോരുത്തർക്ക് പറ്റുന്നത് പോലെ. അതിൽ പാകപ്പിഴകളുണ്ടാകാം, അത് തിരിച്ചറിഞ്ഞ് അത് തിരുത്തി മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ. ആവും വണ്ണം സ്വധർമ്മ നിർവഹണത്തിന് വേണ്ടുന്ന പ്രയത്നം ഫലപ്രതീക്ഷ കൂടാതെ ചെയ്യുകയും, നാലും ഇടയ്ക്ക് ഫലം പ്രതീക്ഷിച്ചു പോകും. അങ്ങനെ ഇടയ്ക്കൊക്കെ ഫലം പ്രതീക്ഷിച്ചു പോകും. ആദ്യമൊക്കെ മുഴുവൻ ഫലപ്രതീക്ഷയോടുകൂടിയാണ് ചെയ്യുന്നത്, പിന്നെ കുറേശ്ശെ ഫലപ്രതീക്ഷയോടുകൂടിയാണ് ചെയ്യുന്നത്, പിന്നെ ഇടയ്ക്കൊക്കെ ഫലപ്രതീക്ഷയോടുകൂടിയാണ് ചെയ്യുന്നത്, പിന്നെ വല്ലപ്പോഴും ഫലപ്രതീക്ഷയോടുകൂടിയായിരിക്കും ചെയ്യുന്നത്, പിന്നെ ഒട്ടും ഫലപ്രതീക്ഷ ഇല്ലാതെയായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ ഫലപ്രതീക്ഷ കൂടാതെ ചെയ്യുകയും ധർമ്മത്തിന് വിരുദ്ധമായിട്ടുള്ള യാതൊരു കാര്യത്തിലും ഇടപെടാതിരിക്കുകയും വേണം. സ്വഭാവ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അത് കപടതയാണ്. സ്വഭാവ വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് കാപട്യമാണ്. കപടതയ്ക്ക് വിധേയരാകരുത്. നിഷ്കപടരോടാണ് ഈശ്വരന് സ്നേഹവും ബഹുമാനവും ആരാധനയും. ഈശ്വരനും നമ്മളോട് അതേപോലെ, നമുക്ക് ഈശ്വരനോടുള്ളതുപോലത്തെ എല്ലാം ഈശ്വരന് നമ്മളോടുണ്ടാവും. അതുണ്ടാകണമെങ്കിൽ നിഷ്കപടരായിരിക്കണം. ഈ കപടരാണ് ഉള്ളത് മറച്ചു വെച്ചിട്ട് ഇല്ലാത്തത് കാണിക്കാൻ പരിശ്രമിക്കുക. ഇല്ലാത്തത് കാണിക്കുകയും ഉള്ളത് മറച്ചു വയ്ക്കുകയും ചെയ്യുന്നതാണ് ധർമ്മവിരുദ്ധമായ പ്രവൃത്തി, സ്വഭാവ വിരുദ്ധമായ പ്രവൃത്തി. അപ്പം ധർമ്മത്തിന് വിരുദ്ധമായിട്ടുള്ള യാതൊരു കാര്യത്തിലും ഇടപെടാതിരിക്കുകയും വേണം. എതിർച്ഛയാ വന്നുചേരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ തുടങ്ങിയവ കൊണ്ട് സംതൃപ്തരാകണം. യാദൃശ്ചികമായിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈശ്വരോന്മുഖമായിട്ടുള്ള ചര്യയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതുവരെ സ്വധർമ്മം അനുഷ്ഠിക്കണം. ആദ്യമൊക്കെ ഫലപ്രതീക്ഷയോടു കൂടിയാണ് സ്വധർമ്മം അനുഷ്ഠിക്കുക. വീണ്ടും വിചാരത്തോടുകൂടി സ്വജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇതൊക്കെ അല്പസുഖങ്ങളാണ്, ദുഃഖങ്ങളാണെന്ന് മനസ്സിലാക്കുമ്പോൾ അതിനോട് അനാസക്തി ഉണ്ടാകും. അങ്ങനെ ക്രമേണ ഈശ്വരോന്മുഖമായ ചര്യയിൽ മുഴുകാൻ സാധിക്കും പൂർണ്ണമായിട്ട്. അങ്ങനെ പൂർണ്ണമായ ഈശ്വരോന്മുഖമായ ചര്യയിൽ മുഴുകുമ്പം യാദൃശ്ചികമായിട്ട് വന്ന് ലഭിക്കുന്നത് അനുഭവിക്കാൻ സാധിക്കും. ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന പല സംഭവങ്ങളും യാദൃശ്ചികമായിട്ട് ഉണ്ടാകുന്നതാണ്. ഈ ജീവിതം എന്ന് പറയുന്നത് ഒരു നാടകമാണ്. നാടകത്തിൻ്റെ പ്രത്യേകത എന്താ? പ്രതീക്ഷയും അത്ഭുതങ്ങളും, എക്സ്പെക്റ്റേഷൻസ് ആൻഡ് സർപ്രൈസസ് ആണ് ഒരു നാടകത്തെ നിലനിർത്തുന്നത്. ജീവിതം അതുപോലെയാണ്. ജീവിതത്തിൽ ഉടനീളം പ്രതീക്ഷകളുണ്ട്, അത്ഭുതങ്ങളുമുണ്ട്. അപ്പോൾ ഇതിൽ വരുന്നത് പലതും യാദൃശ്ചികമായിട്ടുള്ളതാണ്. യാദൃശ്ചികമായിട്ടുള്ളത് അനുഭവിക്കാം, അതിനെ ത്യജിക്കേണ്ട ആവശ്യമില്ല. യാദൃശ്ചികമായിട്ടുള്ളതിൽ സംതൃപ്തരാകണം എന്ന് മാത്രം. ഇപ്പം ഈശ്വരോന്മുഖരായ ചര്യയിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെയായിരുന്നു? പ്രയത്നിച്ചാണോ? എത്ര പ്രയത്നിച്ചിട്ടാണോ ഓരോ കാര്യം നേടുന്നതും നേടാതെ പോകുന്നതും? എന്നിട്ടോ സംതൃപ്തി ഉണ്ടോ? അതില്ലാതാനും. പ്രയത്നം മാത്രം ബാക്കി, സംതൃപ്തിയുമില്ല. അപ്പം ഭഗവാൻ പറയുകയാണ്, യാദൃശ്ചികമായി ലഭിക്കുന്നത്, ജീവിതത്തിൽ ഉണ്ടാകുന്ന മിക്കവാറും എല്ലാ സൗഭാഗ്യങ്ങളും ദുഃഖങ്ങളും യാദൃശ്ചികമായിട്ടുണ്ടാകുന്നതാണ്, ഉണ്ടാക്കുന്നതല്ല, നമ്മൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതിൽ സംതൃപ്തരാകണം. ആത്മജ്ഞാനികളായ മഹാത്മാക്കളുടെ പാദസേവ ചെയ്യണം. അതിന് ഈ ആത്മജ്ഞാനികളുടെ പാദസേവ ചെയ്യുന്നത്, ഞാൻ ആഗ്രഹിക്കുന്ന പരമപദം പ്രാപ്യമാണ് എന്ന് എനിക്ക് ഉറപ്പ് വരുന്നത് അങ്ങനെ പ്രാപ്യമായിട്ടുള്ളവരെ കാണുമ്പോഴാണ്. അവരാണ് ആത്മജ്ഞാനികൾ. എനിക്ക് എൻ്റെ ലക്ഷ്യം സാധിക്കും, അത് ഇമ്പോസിബിൾ അല്ല. അത് എൻ്റെ മുമ്പിൽ ഒരു ഉദാഹരണം. അപ്പം അദ്ദേഹത്തെ സേവിക്കുമ്പോൾ ഞാൻ എൻ്റെ ലക്ഷ്യത്തെ ഊട്ടി ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഒരു ഉട്ടോപ്യൻ ആശയത്തിൻ്റെ പുറകെയല്ല, ഒരു മരീചികയുടെ പുറകെയല്ല, ഒരു യാഥാർത്ഥ്യത്തിൻ്റെ പുറകെയാണ് എന്ന ബോധ്യം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിത്തരുന്ന ആളാണ് ആത്മജ്ഞാനിയായിട്ടുള്ള ആൾ, ആത്മസാക്ഷാത്കാരം കിട്ടിയ ആൾ. ആ ആളുടെ പാദസേവ, ആത്മജ്ഞാനികളായ മഹാത്മാക്കളുടെ പാദസേവ ചെയ്യുമ്പോൾ എൻ്റെ ലക്ഷ്യത്തെ ഞാൻ വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ക്ഷണികങ്ങളായ ധർമ്മം, അർത്ഥം, കാമം എന്നീ പുരുഷാർത്ഥങ്ങളിൽ ആസക്തി പാടില്ല. സാധാരണമായ ജീവിതത്തിനോട് ആസക്തി ഉണ്ടാകരുത്. കാരണം അതും എടുത്തിട്ടാണല്ലോ ഇതിലേക്ക് വന്നത്.
അത് തരുന്നത് അസംതൃപ്തിയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ അസംതൃപ്തി വേണ്ട, പൂർണ്ണ സംതൃപ്തി കിട്ടുമോ എന്ന് അന്വേഷിച്ചാണല്ലോ ഇതിലേക്ക് വന്നത്. അപ്പം അതിനോട് ആസക്തി പാടില്ല. മോക്ഷമാർഗത്തിൽ ചരിക്കാൻ സഹായകമായ എല്ലാ കാര്യങ്ങളിലും ഔത്സുക്യം കാണിക്കണം. ഔത്സുക്യം കാണിക്കണം എന്ന് പറയുന്നതിനേക്കാൾ ഉണ്ടാവണം എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഉണ്ടാവുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? കാണിക്കുന്നില്ലെങ്കിൽ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കണം. ഈ മോക്ഷമാർഗത്തിൽ ചരിക്കാൻ സഹായകമായ എല്ലാ കാര്യങ്ങളിലും, നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളിൽ താല്പര്യമുണ്ടാകണം. നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിൽ തടസ്സമുണ്ടാകുന്നതിനോട് അനാസക്തിയും ഉണ്ടാകണം. ഭക്ഷണം ശുദ്ധവും മിതവുമായിരിക്കണം. ജനബാഹുല്യമില്ലാത്തതും സുഖകരവുമായ സ്ഥാനത്ത് ഇരിക്കണം. ജനബാഹുല്യം ഉണ്ടായാൽ എന്താ കുഴപ്പം? ജനബാഹുല്യം ഉണ്ടായാൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള വാർത്തകളൊക്കെ ചെവിയിലേക്ക് വരും. പൂർണ്ണ സംതൃപ്തരും പൂർണ്ണ സ്വതന്ത്രരുമല്ലാത്തത് കൊണ്ട് വാക്കുകൾ ഉണർത്തുന്ന അർത്ഥങ്ങളുടെ പുറകെ മനസ്സ് ചലിച്ച് ബുദ്ധിമുട്ടും. ഈ ഇന്നത്തെ കാലത്തെ ന്യൂസുകളൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് പഠനം പറയുന്നത്. നമ്മളിൽ ധാർമ്മിക രോഷം ഉണ്ടാകും, വിഷമമുണ്ടാകും. ഈ ധാർമ്മിക രോഷവും വിഷമവും ഒക്കെ നമുക്കുണ്ടാവുന്നതല്ലാതെ നമ്മുടെ ചുറ്റുപാടുകളിലുള്ള സമൂഹത്തിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അപ്പോൾ ആവശ്യമില്ലാത്ത, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളെക്കുറിച്ചിട്ടുള്ള അറിവുകൾ ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത്. ജനബാഹുല്യം ഉണ്ടായാൽ അതുണ്ടാകും. അതുകൊണ്ടാണ് ജനബാഹുല്യമില്ലാത്തതും സുഖകരവുമായ സ്ഥാനത്ത് ഇരിക്കണം. സുഖകരമായിരിക്കണം. അവിടെ ഇഴജന്തുക്കളുടെ ശല്യം ഉണ്ടാവരുത്, കൊതുകിൻ്റെ ശല്യം ഉണ്ടാകരുത്. എന്നുവെച്ചാൽ നമ്മൾ പതുക്കെ സമാധിയഭ്യാസത്തിന് മുതിരാനാണ് പോണത്. ഇപ്പം ശരീരത്തിന് കംഫർട്ടബിളായതായിരിക്കണം, സുഖകരമായ സ്ഥാനത്തിരിക്കണം. ആരെയും വഞ്ചിക്കരുത്. ശരീരം നിലനിർത്തുന്നതിനാവശ്യമായ വസ്തുക്കൾ മാത്രമേ സ്വീകരിക്കാവൂ. സ്ത്രീ സംഘം വർജിക്കണം. സ്ത്രീകൾ പുരുഷ സംഘവും വർജിക്കണം. സ്നാനം കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ മനസ്സിനെ പ്രക്ഷുബ്ധമാക്കുന്നതായതുകൊണ്ടാണത് വർജിക്കണം എന്ന് പറഞ്ഞത്. സ്നാനം തുടങ്ങിയവയാൽ ശരീരത്തെയും ഈശ്വര സ്മരണത്താൽ അന്ധകരണത്തെയും നിർമ്മലമാക്കി വെക്കണം. വേദാന്ത പുരാണാദികൾ വായിച്ച് പഠിക്കണം, ശാസ്ത്രം പഠിക്കണം. ഭഗവാനെ ഭക്തിപുരസരം പൂജിക്കണം. അനാവശ്യമായി വാഗ്വാദങ്ങളിൽ ഏർപ്പെടരുത്. ആധ്യാത്മിക വാഗ്വാദങ്ങളും അനാവശ്യം തന്നെയാണ്. സത്യം ഇന്നതാണ് എന്ന് വാക്കുകൾ കൊണ്ട് കൃത്യമായി പറയാൻ പറ്റുകയില്ല എന്നുള്ളത് അനുഭവിച്ചറിഞ്ഞവർ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞിട്ടും സത്യത്തെ വാക്കുകളിലൂടെ ഊട്ടി ഉറപ്പിക്കുവാൻ നടത്തുന്ന വാഗ്വാദങ്ങളെല്ലാം അനർത്ഥദായകങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് അനാവശ്യമായി വാഗ്വാദങ്ങൾ, അത് ലൗകികമായിട്ടുള്ള വ്യവഹാരങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വാഗ്വാദങ്ങളായാലും ശരി, ആധ്യാത്മികമായ വാഗ്വാദങ്ങളായാലും ശരി, അത് ഏർപ്പെടരുത്. അനാവശ്യമായ വാഗ്വാദങ്ങളിൽ ഏർപ്പെടരുത്. ആവശ്യത്തിന് മാത്രം സംസാരിക്കുക. എല്ലാവരും അങ്ങനെ ശീലിച്ചാൽ ലോകം എത്ര നന്നായി പോകുമെന്നറിയാവോ? ആവശ്യത്തിന് മാത്രം സംസാരിക്കുക. ശരീരത്തെ നിശ്ചലമാക്കി നിർത്തുവാനുതകുന്ന സുഖകരമായ ആസനവിധികളെ അഭ്യസിച്ച് ദീർഘനേരം നീണ്ടു നിൽക്കുന്ന ധ്യാനത്തിനും മറ്റും ശരീരത്തെ സജ്ജമാക്കണം. യോഗ സാധനകളിൽ ഈ ആസന പരിശീലനങ്ങളുടെ ഉദ്ദേശം ഭഗവാൻ ഇവിടെ വ്യക്തമാക്കുകയാണ്. ഈ വ്യത്യസ്ത ആസന പരിശീലനങ്ങളിലൂടെ ശരീരത്തെ ധ്യാനത്തിന് സജ്ജമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ യോഗ എക്സസൈസുകളെ കൊണ്ട് ആരോഗ്യമുണ്ടാക്കുക മാത്രമായിരുന്നു. ഇന്നിപ്പോൾ അത് മാത്രമാണ് ലക്ഷ്യം. ഇന്നത്തെ ആരോഗ്യ പ്രോഗ്രാമിൻ്റെ, ഹെൽത്ത് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് യോഗ മാറി. അത് യോഗയുടെ വളർച്ചയാണോ തളർച്ചയാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. ഭാരതീയ സംസ്കൃതിയിലുണ്ടായിട്ടുള്ള യോഗ ആസന പരിശീലനങ്ങളെല്ലാം ശരീരത്തെ ദീർഘനേരത്തിൽ ധ്യാനത്തിലിരുത്തുവാൻ സജ്ജമാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കാരണം ശരിക്കുമുള്ള വെൽബീയിങ് എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ വെൽബീയിങ് അല്ല,
ശരിക്കുമുള്ള വെൽബീയിങ്, ശരീരത്തിനൊരല്പം അൺവെൽ ബീയിങ് ഉണ്ടെങ്കിലും, വെൽനെസ് ഇല്ലെങ്കിലും ശരിക്കുമുള്ള വെൽബീയിങ്നെസ് ഉണ്ടാവുക മനസ്സിൻ്റെ തലത്തിലാണ്. ശരീരത്തിന് സ്വല്പം കുഴപ്പങ്ങളുണ്ടെങ്കിൽ പോലും ഒരു 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 ഹെൽത്തി ഫീലിംഗ് മനസ്സിൻ്റെ തലത്തിലാണ് ഉണ്ടാവുക. അതുണ്ടാക്കുക ആ അൾട്ടിമേറ്റ് വെൽബീയിങ് ആണ് യോഗത്തിൻ്റെ ലക്ഷ്യം. അപ്പം അതിന് സഹായിക്കുന്നതാണ് ഈ ആസനവിധികളുടെ അഭ്യാസം. അപ്പോൾ അനാവശ്യമായി വാഗ്വാദങ്ങളിൽ ഏർപ്പെടരുത്, ആവശ്യത്തിന് മാത്രം സംസാരിക്കുക, ശരീരത്തെ നിശ്ചലമാക്കി നിർത്തുവാൻ ഉതകുന്ന സുഖകരമായ ആസനവിധികളെ അഭ്യസിച്ച് ദീർഘനേരം നീണ്ടു നിൽക്കുന്ന ധ്യാനത്തിനും മറ്റും ശരീരത്തെ സജ്ജമാക്കണം. നമുക്ക് ഇപ്രാവശ്യം അവിടെ നിർത്താം, ബാക്കി അടുത്ത പ്രാവശ്യം കേൾക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പാരഗ്രാഫ് മുഴുവൻ ഒന്നുകൂടി കേൾക്കുകയും ചെയ്യാം.